ശാപം. അഭിരാമി വരുന്നുണ്ട്. ആണോ? പന്തം കണ്ട പിരിച്ചവഴിയെ പോലെ കണ്ട് ചെല്ലടാ. നമസ്കാരം. നമസ്കാരം. ഞാൻ മുൻഷി ശങ്കര പിള്ളേട്ടന്റെ അല്ല സാറിന്റെ മോൻ കൃഷ്ണൻകുട്ടിയാണ്. ഓ, അപ്പൊ എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലെ? പക്ഷെ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. എന്ത്? അല്ല, ഞാനിങ്ങനെ ഇത് കർത്തവ്യമൂഢനായി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താ എങ്ങനെ പറയാ? ഇത് കർത്തവ്യമൂഢൻ എന്ന് പറഞ്ഞാൽ ഈ കർത്തവ്യങ്ങളെല്ലാം മറന്നിട്ട് മൂഢനായി നിൽക്കുന്ന അവസ്ഥയാണല്ലോ. പെൺകുട്ടികളെ ഇങ്ങനെ മൂടനായി നോക്കി നിന്നാ മൂടോടെ അടികിട്ടും. കുട്ടിയുടെ അംഗോഭാഗങ്ങളൊക്കെ കണ്ടാലറിയാം നന്നായിട്ട് നൃത്തം പഴകുന്നു. പക്ഷെ തമാശ പഴകുന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ. എടാ, ആ പെണ്ണ് ചിരിക്കുന്നു. ഇനി ഇവൾക്ക് അവന് ഇഷ്ടാവൂ എങ്കിൽ എന്റെ കാര്യം കഷ്ടവും. വരണം വരണം. ഇതുങ്ങൾ രണ്ടും എന്റെ ഇണപെരിയ ചങ്ങാതിമാരാട്ടോ. നമ്മുടെ കല്യാണം കാണാൻ വന്നതാ. ഇയാളേതായാലും പോയി പേര് രജിസ്റ്റർ. ബൈ. ഇപ്പൊ വരാട്ടോ. വന്നിട്ട് കളിക്കാം. ചെറിയൊരു ആട്ടം ഉണ്ട്. അത് കല്യാണത്തിന് ശേഷം മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. അതായത് കുട്ടിക്ക് എന്തേലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങൾ ഈ സെക്കൻഡ് അവനെ കൊണ്ട് ഈ സ്ഥലം കാലിയാക്കും. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലേ? അവന്റെ പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും. അതൊക്കെ തൽക്കാലം കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഫ്രണ്ട്സിനൊന്നും പ്രവേശനമില്ല. രജിസ്റ്റർ ചെയ്യാൻ വന്നവർക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. സോ ലീവ് ദ പ്രമിസസ് ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ? ഓക്കെ. ഇതെന്താടാ അത്? നിന്റെ അച്ഛനെ വിട്ടുമല്ലോ. പിന്നെ നീ എന്ത് കണ്ടിട്ട് ഓക്കെ പറഞ്ഞു? എടാ, നമുക്ക് ഈ കല്യാണത്തിന് പേര് രജിസ്റ്റർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് മച്ചു. എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു മൂടുമില്ല. എടാ കെട്ടാനല്ല നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഇവൾക്ക് എങ്ങാനും അവനെ ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സകല പ്ലാനും പൊളിയും. ഓ, അതുകൊണ്ട് അവൻ ഞാനാണെന്ന് വിചാരിച്ച് അവൾ എന്റെ അച്ഛനോട് പറയണം തന്റെ മോനെ കെട്ടാൻ എനിക്ക് പറ്റില്ല. അത് നിനക്ക് എവിടുന്നാ മോൻ? മോനിന്റെ എടാ, നമ്മൾ അവന്റെ കൂടെ നിൽക്കുന്നു, കൂടെ നിന്ന് പണിയുന്നു. ഏത്? താങ്ക്സ് കേട്ടോ ചേച്ചിമാരെ. എന്തോടാ തിരക്ക്? ഏയ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടെ തന്നെ നിൽക്കായിരുന്നല്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, ഞങ്ങളും അങ്ങ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. എന്തിന്? നീ ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയട്ടെ. അവൻ പറയണത് ആ കുട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞ് നിന്നെ തഴഞ്ഞാലോ, അപ്പൊ പിന്നെ അവൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഇതാവുമ്പോ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ താമസിച്ച് നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചോളാം. തന്നെപ്പോലൊരു കൂട്ടുകാരൻ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കല്യാണം പണ്ടേ നടന്നു പോയി. കല്യാണോ? നീ മിനിമം ഒരു 1/2 ഡസൻ കുട്ടികളുടെ അച്ഛനായനെ. ഓടാ സഭ്യം പറയാതെ. വാ, നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാന്നേ. എന്താ ഇയാളുടെ പേര്? ഇറുക്കിയല്ല, റിക്കി. എന്റെ മമ്മിയുടെ പേര് റിനി, ഡാഡിയുടെ പേര് വിക്കി. രണ്ടും ചേർത്ത് റിക്കി. റിക്കി. ഇനീഷ്യലിനിടയിൽ കുത്തിടണം, ഇല്ലെങ്കിൽ ആളുകൾ പെറുക്കി എന്ന് വായിക്കും. ജോലിയും മാസവരുമാനവും കുടുംബത്തിന്റെ മറ്റ് ഡീറ്റെയിൽസും ഫില്ല് ചെയ്തോളൂ. മാം, താമസം? അതെ, ഇവിടെ ഒരു കാര്യത്തിന് താമസമില്ല. കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അതെ, ഞാൻ ഇവിടുത്തെ താമസ സൗകര്യത്തിന്റെ കാര്യാട്ടോ. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും പ്രത്യേകം ഡോർമെട്രിയാണ്. ഇയാള് മുൻഷി സാറിന്റെ മകനായതുകൊണ്ട് ഇവിടെ റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി. എന്താ ഇയാളുടെ പേര്? എനിക്കെന്താ പേരില്ലേ? ആസാദ്. നന്നായി. ഇവിടെ ഒരു മുസ്ലിം കുട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം പയ്യന്മാര് വന്നാ അറിയിക്കണമെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആരെ അറിയിക്കണ്ട. ഇവിടെ മാഡം പറയുന്നത് ആ നിയമം. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ കല്യാണം നടത്തൂ. നീ ഇതുവരെ വെളുക്കാന്ന് വെച്ച ക്രീമോ ഓയിലോ വല്ലതും പാണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തേ? അല്ല, ഇത് മിക്കവാറാവും. കുട്ടിയോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ. പേര് റുക്കിയ. എന്റെ ഒരേ ഒരു മകള്. അവൾക്ക് ആകെക്കൂടുള്ളൊരു ബാപ്പ ഖ്യാദർ. ഇതാണ് ആസാദ്. അസ്സലാമലൈക്കും. ഇങ്ങനെയാണ് സലാം വീട്ടുക? അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ വാലേക്കും അസ്സലാം എന്നല്ലേ പറയേണ്ടത്? അത് ഇവന്റെ ഒരു കുഴപ്പക്ക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തെറ്റിക്കും, വലിയ വലിയ കാര്യങ്ങളൊക്കെ മണിമണിയായിട്ട് പറയും. എന്താ പറയാ? ഇസ്ലാം കാര്യങ്ങൾ എത്ര? എന്താ ഇസ്ലാം കാര്യങ്ങൾ എത്ര? ഓപ്ഷൻസ് തരാവോ? എന്ത്?
A15, B32, C12 അങ്ങനെ എന്തെങ്കിലും? എന്നാ പിന്നെ ദാ പോയി ദേ വന്നു പറഞ്ഞ പോരടാ. ഇനി നീ ശരിക്കും മുസ്ലിമാനല്ലേ? അല്ലേന്നോ? ഇവന്റെ വാപ്പാന്റെ പേര് മീരാൻ, ഉമ്മാന്റെ പേര് ജാസ്മിൻ. ഞാനിതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. കുട്ടിയുമായി പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. അല്ല അത് നിങ്ങൾക്ക് സംസാരിക്കാനില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സംസാരിക്കാനുണ്ട്. അതെ, പൊന്നും പണവും ഒന്നും കൊടുക്കാതെ എന്നെ ഏതെങ്കിലും ഒരു അണ്ടന്റെയോ അടകോടന്റെയോ തലയിൽ കെട്ടിവെക്കാനുള്ള എന്റെ ബാപ്പയുടെ അടവാ ഈ കല്യാണം. അണ്ടന് അഴകോടനോ? മുയലും കുഞ്ഞിന് താടി വെച്ച പോലെ നിഷ്കളങ്കനായി പയ്യനെ കണ്ട ആരെങ്കിലും അങ്ങനെ പറയുവോ? അല്ല ഈ പെട്ടെന്ന് അങ്ങനെ അല്ലാന്ന് തീരുമാനിക്കണ്ട, ഒക്കെ ഒന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. ഹേ, ബാപ്പയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്നെ കെട്ടിച്ചയച്ചിട്ട് വേണ്ടേ ബാപ്പയ്ക്ക് രണ്ടാം കെട്ട് കെട്ടാൻ? അത് നീ പോയാ പിന്നെ എനിക്ക് മുണ്ടാനും പറയാനും ആരെങ്കിലും വേണ്ടേ? എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നോക്കാം. ബാപ്പയ്ക്ക് മോക്ക് ഒരു പന്തലിൽ തന്നെ കെട്ടാം. ആ വകയിലും ബാപ്പയ്ക്ക് പണം ലാഭമുണ്ട്. പൊന്നും പണവും തന്ന ആഘോഷമായിട്ട് നിക്കാ കിടത്തണോന്ന് ബാപ്പക്ക് ആശയില്ലാണ്ടാ? മടിശീലെ പണമില്ലാത്തവന് ഒരാശയം പാടില്ലല്ലോ. എന്ന് വെച്ച് നിനക്കിപ്പ കിട്ടിയ പയ്യൻ മോശം? നല്ല ഈമാനുള്ള പയ്യനല്ലേ? താങ്ക്സ്. പിന്നെ ഇവനെ ദീനി ബോധമുള്ള ഇസ്ലാമാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റി. പേര്? എന്റെ പേര് KP സുന്ദരേശൻ. എന്റെ പേര് P വാസന്തി. 1 by 1 ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. വിലാസം പറയൂ. വാഴച്ചാലിൽ വീട്, കൂർക്കഞ്ചേരി PO, തൃശൂർ. എന്താ ഇത് രണ്ടുപേർക്കും ഒരേ വിലാസോ? എന്താ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അമ്മയല്ല സർ, വരുന്നത് ഒരു വീട്ടിൽ നിന്നാണെങ്കിലും പോകുന്നത് 2 വീട്ടിലേക്കാ. വി ആർ ജസ്റ്റ് ഡിവോഴ്സ്ഡ്. അല്ല അത് എനിക്ക് ഇവിടുന്ന് വിളക്കാൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കിട്ടും നോക്കട്ടെ. എനിക്ക് ആരായാലും മതി. അത് ആരാണെങ്കിലും ഇയാളെയൊക്കെ കൊള്ളാവുന്ന ആളായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. നീ പോടി. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ സമൂഹ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിക്കാനുള്ള വേദിയല്ല. ഞാൻ വളരെ സീരിയസാ. കനകാംബര മാഡം, തൽക്കാലം ഇവരിവിടെ താമസിക്കാൻ അനുവദിക്കാം. തീരുമാനം പിന്നീട്. ഇവർക്ക് ആ ഡോർമെറ്ററി കാണിച്ചു കൊടുക്കൂ. വരിക. ഇവളോടൊപ്പം താമസിക്കുന്ന പ്രശ്നമല്ല. കഴിഞ്ഞ 15 വർഷമായി ഇവളോടൊപ്പം താമസിച്ച് എന്റെ പരിപ്പിളക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ, അതിനിവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ഡോർമെട്രിയാ. അത് നന്നായി. ഇല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഇവിടെ നഴ്സറി സ്കൂൾ തുടങ്ങേണ്ടി വന്നേനെ. അതെന്താ? അതിവിടെ ഈ ഫോട്ടോ ഡോർമെട്രിയിൽ ഒട്ടിക്കാൻ സൗകര്യമുണ്ടോ? ഇത് ആരുടെ ഫോട്ടോയാ? ബച്ചന്റെ. ഓ, അച്ഛനോട് ഇത്രയ്ക്ക് സ്നേഹമാണോ? അച്ഛന്റെ അല്ല, ബച്ചന്റെ. അമിതാഭ് ബച്ചന്റെ എന്റെ വലിയ ആരാധകനാ. എല്ലാരും പറയുന്നു എനിക്ക് അമിതാഭ് ബച്ചന്റെ ഒരു കട്ടുണ്ട്. അതിങ്ങേരി ഇരുട്ടത്ത് നിൽക്കും. സോറി സർ. അതിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്താണ് പിണങ്ങാൻ കാരണം? സാർ, കാരണമുണ്ട്. എന്റെ പഞ്ചായത്തിലെ ഏത് പെണ്ണുങ്ങൾ പ്രസവിച്ചാലും ഇവള് പറയും ആ കുട്ടികൾക്കല്ല എന്റെ മുഖഛായയാണെന്ന്. അത് പോട്ടേന്ന് വെക്കാം. തൊട്ടടുത്ത വീട്ടിലെ കൊടിച്ചിപ്പട്ടി പ്രസവിച്ചപ്പോ അവള് പറയാ അതിന് എന്റെ മുഖഛായയാണ്. പറയൂ സാർ, എനിക്ക് പട്ടിയുടെ ഷേപ്പ് ഉണ്ടോ? ഈശ്വര, ഇവന് പേയാണോ?